നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് പയ്യോളി തച്ചൻകുന്നിലെ ജല അതോറിറ്റി പൈപ്പ് പൊട്ടിയിട്ട് മാസങ്ങളായി. ദിവസവും ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഇങ്ങനെ പാഴാകുന്നത്. പയ്യോളി തച്ചൻകുന്നിലെ കുടിവെള്ള പൈപ്പിൽ നിന്ന് വെള്ളം പൊട്ടിയൊഴുകാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. നാട്ടുകാർ പലവട്ടം ജല അതോറിറ്റിയിൽ വിവരമറിയിച്ചു. പക്ഷേ തകരാറ് പരിഹരിക്കാൻ നടപടിയില്ല. തച്ചൻകുന്നിലെ ടാങ്കിൽ നിന്ന് പയ്യോളി ടൗൺ വരെ വെള്ളമെത്തിക്കുന്ന പൈപ്പാണിത്. ഇത് 3 മാസം മുന്നോട്ട് സംഭവിച്ചിരിക്കും. ഇവിടെ ഈ റോഡ് മേലെ തീർത്തും വെള്ളം കെട്ടി നിൽക്കുന്ന ഇന്നിപ്പം കുറവാണ്. മേലോട്ട് പൊന്തുക, എന്നിട്ട് ഇങ്ങനെ ഒലിക്കുക, ഇങ്ങനെ 2 സൈഡിൽ കൂടെ ഒലിക്കുക. യാത്രക്കാർക്ക് പോകാനാകില്ല, വാഹനക്കാർക്ക് പോകാനാകാത്തൊരവസ്ഥയില്ല. പല പ്രാവശ്യം PHDയിൽ വിളിച്ചു പറയുകയും എല്ലാം ചെയ്തിരിക്കുക. തിരിഞ്ഞെന്താന്ന് പോലും ഇതുവരെ നോക്കിയിട്ടില്ല. കീഴൂരിലും പൈപ്പ് പൊട്ടിയിട്ടുണ്ട്. ഇതോടെ പല പ്രദേശങ്ങളിലും ജലവിതരണം കാര്യക്ഷമമല്ല. വേനൽക്കാലത്ത് ജലക്ഷാമം രൂക്ഷമാകുന്ന പ്രദേശങ്ങളിൽ ഒന്നാണിത്. റോഡിലൂടെ വെള്ളം പൊട്ടിയൊഴുകുന്നത് യാത്രക്കാർക്കും ഭീഷണിയാണ്. പൊട്ടിയ പൈപ്പ് നന്നാക്കിയില്ലെങ്കിൽ സമരം ചെയ്യാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് 18 പയ്യോളി. നാദാപുരം വിഷ്ണുമംഗലം പുഴയിൽ ഇത്തവണയും റെഗുലേറ്റർ ബ്രിഡ്ജ് നിർമ്മാണം തുടങ്ങാത്തതിൽ നാട്ടുകാർക്ക് ആശങ്ക. ബണ്ടിന്റെ പരിസരത്തെ മണ്ണും ചെളിയും നീക്കം ചെയ്യാൻ പലതവണ ഫണ്ട് അനുവദിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. വാണിമേൽ പുഴയിലുള്ള വിഷ്ണുമംഗലം ബണ്ടിലെ ചെളി നീക്കലും റെഗുലേറ്റർ ബ്രിഡ്ജ് നിർമ്മാണവും അനിശ്ചിതമായി നീളുകയാണ്. ബണ്ടിനെതിരെ നിരവധി പരാതി ഉയർന്നിരുന്നു. എന്നാൽ പ്രഖ്യാപനത്തിനപ്പുറം നടപടിയൊന്നുമുണ്ടായില്ല. ബണ്ട് വന്നതോടെ പുഴയിൽ കുറെ തുരുത്തുകൾ രൂപപ്പെട്ടു. ചെളിയും മണ്ണും നീക്കം ചെയ്യാൻ പലവട്ടം ഫണ്ട് നീക്കിവെച്ചെങ്കിലും അതും പ്രയോജനപ്പെടുത്തിയില്ല. പുഴ ഇപ്പോൾ ഒന്നുമല്ലാത്ത അവസ്ഥയിലാണുള്ളത്. ഈ മാലിന്യങ്ങളും മണ്ണും ഇതെല്ലാം വന്ന് കുഞ്ഞുകൂടി ഇപ്പോൾ പല സ്ഥലത്തും തുരുത്തുകളായി മാറി. ഇപ്പോൾ പുഴേൻ്റെ ഒഴുക്ക് തന്നെ ഗതി മാറി. ഇപ്പോൾ ഗതി മാറിയിട്ട് ഇപ്പോൾ ഇപ്പുറത്ത് ഈ ഭാഗത്ത് കൂടി സൈഡിൽ കൂടി മാത്രമാണ് ഒഴുകുന്നത്. അപ്പുറം മുഴുവൻ തുരുത്തും മണ്ണും ഉയർന്ന് അങ്ങോട്ട് പുഴ ഉയർന്നു പോയി. കുറച്ച് ദിവസം കഴിയും പുഴ ഉണ്ടാവില്ല. ഈ ഒരു സ്ഥിതിയിലൊക്കെ കാര്യങ്ങൾ പോകുന്നത്. പുഴയിൽ മണലും ചെളിയും നിറഞ്ഞതോടെ മഴക്കാലത്ത് തീരങ്ങളിൽ വെള്ളപ്പൊക്കം പതിവാണ്. വിഷ്ണുമംഗലം ബണ്ടിൽ നിന്നും വടകരയിലേക്ക് വെള്ളം എത്തിക്കുന്നുണ്ട്. ചെളി നിറഞ്ഞ വെള്ളമാണ് ഇങ്ങനെ പമ്പ് ചെയ്യുന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. അധികൃതർ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ചില്ലെങ്കിൽ സമരം ചെയ്യുമെന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് 18 നാദാപുരം. വാതക പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി ദേശീയപാതയിലെടുത്ത കുഴികൾ അപകടക്കെണിയാവുന്നു. താമരശ്ശേരി മുതൽ കൊടുവള്ളി വരെയുള്ള ഭാഗങ്ങളിൽ നിത്യേന നിരവധി വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത്. യാത്രക്കാരുടെ ജീവന് പോലും ഭീഷണിയാവുന്ന രീതിയിലാണ് റോഡിൽ കുഴികളുള്ളത്. കൊച്ചി മംഗലാപുരം ഗെയിൽ വാതക പൈപ്പ് ലൈൻ പദ്ധതിയുടെ ഭാഗമായി എടുത്ത വലിയ കുഴികളാണ് അപകടം ക്ഷണിച്ചു വരുത്തുന്നത്. കോഴിക്കോട് ബാംഗ്ലൂർ ദേശീയപാതയിൽ താമരശ്ശേരി മുതൽ കൊടുവള്ളി വരെയുള്ള ഭാഗങ്ങളിലാണ് അപകടം പതിയിരിക്കുന്നത്. വയനാട് ഭാഗത്തു നിന്നും കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന ഇരുചക്രവാഹനം കഴിഞ്ഞ ദിവസം കുഴിയിൽ വീണിരുന്നു. വയനാട് സ്വദേശികളായ സാബു, ജസ്റ്റിൻ എന്നിവർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും മുന്നറിയിപ്പ് ബോർഡ് പോലും സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല. ഇതിനൊരു വേണ്ടപ്പെട്ട ഉന്നത തലത്തിൽ നിന്നുള്ള ഒരു നടപടി ഉണ്ടായിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവണമെന്ന് ഞങ്ങൾക്ക് സാധാരണ ഒരു പൗരൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളൂ. അടുത്തിടെയായി 30ഓളം അപകടങ്ങളാണ് സംഭവിച്ചത്. യാത്രക്കാരുടെ ജീവൻ പോലും അപകടത്തിലാകുന്ന രീതിയിലുള്ള പൈപ്പ് ലൈൻ പ്രവൃത്തിക്കെതിരെ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുകയാണ് പ്രദേശവാസികൾ. ന്യൂസ് 18 താമരശ്ശേരി. അടിമാലി ടൗൺ കേന്ദ്രീകരിച്ച് സാനിറ്ററി കോംപ്ലക്സ് വേണമെന്ന ആവശ്യം. മൂന്നാർ പാതയിലെ പ്രധാന പട്ടണമെന്ന നിലയിലാണ് സാനിറ്ററി കോംപ്ലക്സ് എന്ന ആവശ്യം ഉയരുന്നത്. മൂന്നാറിന്റെ പ്രവേശന കവാടമായ അടിമാലിയിൽ ആധുനിക രീതിയിലുള്ള സാനിറ്ററി കോംപ്ലക്സ് വേണമെന്നാണ് ആവശ്യം. പ്രാഥമിക ആവശ്യങ്ങൾക്കും വിശ്രമിക്കുന്നതിനുമുള്ള സൗകര്യം ലഭ്യമാക്കണം. ഓർമ്മകലത്തിന് ശേഷം വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ആശ്രയിക്കാവുന്നത് പിന്നെ അടിമാലി ബസ് സ്റ്റാൻഡ്. അത് പുറത്തുനിന്നുള്ള യാത്രക്കാർക്ക് അവിടെ കയറാനും പറ്റാത്ത സാഹചര്യമുണ്ട്. കാരണം ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ ആയതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. പിന്നെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നേരെ മൂന്നാർ ചെല്ലേണ്ട ഒരു അവസ്ഥയുണ്ട്. പള്ളിവാസൽ വരെ ഒരു പൊതു ശുചിമുറിയോ സാനിറ്റേഷൻ്റെ കോംപ്ലക്സോ നൽകുന്നു. വളരെ അടിയന്തരമായി അടിമാലി ടൗൺ കേന്ദ്രീകരിച്ച് ഒരു ഹൈടെക് രീതിയിൽ ഒരു സാനിറ്റേഷൻ കോംപ്ലക്സ് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഒരു ഇടപെടൽ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കോതമംഗലം വിട്ടാൽ മൂന്നാർ വരെ എവിടെയും യാത്രക്കാർക്ക് സാനിറ്ററി കോംപ്ലക്സിന്റെ പ്രയോജനം ലഭ്യമല്ല. അടിമാലി ബസ് സ്റ്റാൻഡും ചീയാപ്പാറയും ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ചെറിയ ശുചിമുറികളുണ്ടെങ്കിലും സഞ്ചാരികളുടെ തിരക്കേറിയാൽ ഇത് ഉപയോഗിക്കുന്നതിന് പരിമിതിയുണ്ട്. പലപ്പോഴും സഞ്ചാരികൾ സ്വകാര്യ റിസോർട്ടുകളെ ആശ്രയിക്കുകയാണ് പതിവ്. ഈ സാഹചര്യത്തിലാണ് അടിമാലി കേന്ദ്രീകരിച്ച് ആധുനിക രീതിയിലുള്ള സാനിറ്ററി കോംപ്ലക്സ് നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നത്. ന്യൂസ് 18 അടിമാലി. വണ്ടൻമേട്ടിലെ തോട്ടം മേഖലയായ കറുവാക്കുളത്തിന്റെ ദൃശ്യഭംഗി ആരെയും ആകർഷിക്കുന്നതാണ്. സിനിമാ ചിത്രീകരണങ്ങളുടെ ഇഷ്ട ലൊക്കേഷൻ കൂടിയാണ് ഇപ്പോൾ കറുവാക്കുളം. കറുവാക്കുളത്തിന് ദൃശ്യ മനോഹാരിതയ്ക്കപ്പുറം ചില ചരിത്രങ്ങളുമുണ്ട് പങ്കുവയ്ക്കുവാൻ.
1940കളിൽ ഏലകൃഷിക്കായി ഏക്കർ കണക്കിന് വനഭൂമി കയ്യേറിയതോടെയാണ് കറുവാക്കുളത്തിന്റെ പിറവി. ഏലത്തോട്ടത്തിലേക്ക് വെള്ളമെത്തിക്കുവാൻ കരിമ്പാറ തുരന്ന് കുളം നിർമ്മിച്ചതോടെയാണ് കറുവാക്കുളം എന്ന പേര് വന്നത്. പിന്നീട് ഇവിടെ ദേവീക്ഷേത്രം വന്നു. കുളം ക്ഷേത്രത്തിന് വിട്ടു നൽകി. ക്ഷേത്രക്കുളത്തിന് ചുറ്റുമായി 200ഓളം തമിഴ് കുടുംബങ്ങളാണ് കഴിയുന്നത്. ഏറ്റവും വലിയ പാറയാണ് സ്ഥലം. ആ കറുമ്പാറ പൊട്ടിച്ചാണ് കറുവാക്കുളം എന്ന് പറഞ്ഞ പേര് വന്നത്. 1940ലാണ് സംഭവം നടന്നത്. മുൻകാലത്തിലുള്ള ആൾ നടന്നത്. ആ കറുവാക്കുളത്തെ ചുറ്റിയുള്ള ആ പാറ പൊട്ടിച്ചാണ് ചുറ്റും നമ്മളെ വീടുകളും അതിന് എസ്റ്റേറ്റ് ലയങ്ങളും ഒക്കെ പണിതിരിക്കുന്നത്. അതിന്നും വലിയ ദൈവികമായ ഒരു സ്ഥലമാണ്. അതിന് തൊട്ടടുത്തൊരു അമ്പലം കുളമുണ്ട്. അമ്പലം മുത്തുമാരിയമ്മ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലവും അതുപോലെ ശാസ്താവും അതുപോലെ ഗണപതി ഭഗവാനും അതുപോലെ നമ്മുടെ എല്ലയെ കാക്കുന്ന കർപ്പസ്വാമി എന്നതിൽ ആര് വന്നാലും ദുർഘടങ്ങൾ വന്നാലും അതിനെ ചെറുക്കുന്ന രീതിയിലുള്ള ഹിന്ദു വിശ്വാസപ്രകാരം കർപ്പസ്വാമിയാണ് അവർ എല്ലയെ കാക്കുന്നത്. സിനിമാക്കാർക്കിടയിലും കറുവാക്കുളം ഇഷ്ട ലൊക്കേഷനായതോടെ ഇവിടുത്തുകാർക്ക് ഉത്സവ പ്രതീതിയാണ്. തമിഴ് ചിത്രം കടത്തൽക്കാരനിലാണ് കറുവാക്കുളം പ്രധാന ലൊക്കേഷനായിരിക്കുന്നത്. കറുവാക്കുളത്തിന്റെ മനോഹാരിത ഒപ്പിയെടുക്കുവാൻ ഇനിയും സിനിമാക്കാരെത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തുകാർ. ന്യൂസ് 18 കട്ടപ്പന. ഇടുക്കി ചെറുതോണി ഡാമുകൾ സന്ദർശകർക്കായി തുറന്നു. ജനുവരി 16 വരെയാണ് സന്ദർശനം അനുവദിച്ചിരിക്കുന്നത്. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ ഇടുക്കി ചെറുതോണി അണക്കെട്ടിലേക്കുള്ള സന്ദർശനം പുനരാരംഭിച്ചതോടെ ദിനംപ്രതി നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. ഒക്ടോബറിൽ 7 ദിവസവും നവംബറിൽ 9 ദിവസവും ഡിസംബറിൽ 5 ദിവസവുമാണ് ആളുകളെ പ്രവേശിപ്പിച്ചത്. ഇതിലൂടെ 7 ലക്ഷത്തോളം രൂപയുടെ വരുമാനം വൈദ്യുതി വകുപ്പിന് ലഭിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ജനുവരി 16 വരെ സന്ദർശനം അനുവദിച്ചിട്ടുണ്ട്. ഡാമും കുറുത്തിമലയൊക്കെ ഞങ്ങൾ വായിച്ചിട്ടും പണ്ട് കേട്ടിട്ടും ഒക്കെ ഉള്ളൂ. അത് കാണാൻ പറ്റി. ഇത്രയും മാസീവ് സ്ട്രക്ചറും ഇത്രയും വെള്ളം കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംഭവം, അത് വളരെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. മുൻകാലങ്ങളിൽ ജലാശയത്തിലൂടെ ബോട്ട് സവാരിക്കായി വൈദ്യുതി വകുപ്പിന്റെ സ്പീഡ് ബോട്ട് ലഭ്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതില്ല. പകരം വനം വകുപ്പ് വെള്ളാപ്പ ഫോറസ്റ്റ് ഓഫീസിന് സമീപത്തു നിന്നും അരമണിക്കൂർ നീളുന്ന ബോട്ട് സവാരി നടത്തുന്നുണ്ട്. 20 പേർക്ക് ഒരേ സമയം സവാരി നടത്താനാവും. മുമ്പ് KSCBയുടെ കടൽ ബോട്ടിംഗ് സംവിധാനം ഉണ്ടെങ്കിലും അത് നിന്നിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ബോട്ടിംഗ് ഇല്ല എന്നുള്ള ധാരണയാണ് പലർക്കും ഉള്ളത്. എന്നാൽ വെള്ളാപ്പാറ ഡാമിൻ്റെ തീരത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നല്ല രീതിയിൽ ബോട്ടിംഗ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അത് വിനോദസഞ്ചാര രംഗത്ത് ഇവിടെ എത്തുന്നവർക്ക് വലിയൊരു കാഴ്ച വിരുന്നാണ് ഒരുക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ ഇടുക്കി സന്ദർശിക്കാനെത്തുമെന്നാണ് വൈദ്യുതി വകുപ്പിന്റെയും പ്രതീക്ഷ. ന്യൂസ് 18 ഇടുക്കി. 41 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിനൊടുവിൽ ശബരിമലയിൽ ഇന്ന് മണ്ഡലപൂജ. ഇതിനു മുന്നോടിയായി അയ്യപ്പന് തങ്കയങ്കി ചാർത്തിയുള്ള മഹാദീപാരാധന ഇന്നലെ നടന്നു. മണ്ഡലകാലം പൂർത്തിയാക്കി ക്ഷേത്രനട ഇന്നടക്കി. ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ ഇന്നലെ വൈകുന്നേരമായിരുന്നു തങ്കയങ്കി ചാർത്തിയുള്ള മഹാദീപാരാധന. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് വളരെ കുറച്ച് തീർത്ഥാടകർക്ക് മാത്രമായിരുന്നു ദർശന സൗകര്യം. അതേ നിയന്ത്രണങ്ങളോടെ ഇന്ന് മണ്ഡലപൂജയും സന്നിധാനത്ത് നടക്കും. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഒട്ടേറെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു തീർത്ഥാടന കാലമാണ് ഇതെന്നുള്ളത് മീഡിയ അയക്കും നല്ലതുപോലെ അറിയാം. 11:40 12:20 മധ്യയുള്ള മിഥുനം രാശിയിലാണ് മണ്ഡലപൂജ. മണ്ഡലപൂജയ്ക്ക് ശേഷം ഹരിവരാസനം പാടി ഇന്ന് രാത്രി 9 മണിക്ക് നടയടയ്ക്കും. മകരവിളക്കുത്സവത്തിനായി 30 വൈകിട്ട് ക്ഷേത്രം തുറക്കും. 31 മുതലാണ് തീർത്ഥാടകർക്ക് പ്രവേശനം അനുവദിക്കുക. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 സന്നിധാനം. ഇടുക്കി ചിന്നക്കനാൽ ആദിവാസി കോളനിയിലെ കുടിവെള്ള പദ്ധതിയിൽ വൻ ക്രമക്കേടെന്ന ആരോപണം. ഗുണനിലവാരമില്ലാത്ത പൈപ്പുകൾ സ്ഥാപിക്കുന്നത് നാട്ടുകാർ തടഞ്ഞു. കുടിവെള്ള വിതരണത്തിനായി അശാസ്ത്രീയമായി ഡാമിനുള്ളിൽ നിർമ്മിച്ച കുളം ജലനിരപ്പ് ഉയർന്നതോടെ വെള്ളത്തിനടിയിലായി. ക്രമക്കേടിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സബ് കളക്ടർ അടക്കമുള്ളവർക്ക് പരാതി നൽകിയിരിക്കുകയാണ് മേഖലയിലുള്ളവർ. എന്ത് പണി വന്നാലും ഇവിടെ കോൺട്രാക്ടർമാർ അഴിമതി കാണിച്ച് ഞങ്ങൾക്ക് ഒരു പദ്ധതി ഇവിടെ എത്തിക്കാത്ത രീതിക്കാണ്. ഞങ്ങൾ വെള്ളം ചുമന്ന് മരിക്കാൻ പോകുവാന്നാ തോന്നുന്നത്. അത്ര ഒരവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ ജീവിക്കുന്നത്. ആദിവാസി പുനരധിവാസ പദ്ധതി പ്രകാരം കുടിയിരുത്തിയ ചിന്നക്കനാൽ 301 കോളനിയിലെ കുടിവെള്ള പദ്ധതിയിലാണ് അഴിമതി ആരോപണം ഉയർന്നിരിക്കുന്നത്. 2015-16 സാമ്പത്തിക വർഷത്തിൽ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് രാജീവ് ഗാന്ധി കുടിവെള്ള പദ്ധതി പ്രകാരം 45 ലക്ഷം രൂപ മുതൽ മുടക്കി നടപ്പിലാക്കുന്ന പദ്ധതിയിലാണ് അഴിമതി ആരോപണം. കുടിവെള്ളത്തിനായി കുളവും ടാങ്കുകളും നിർമ്മിച്ചിരിക്കുന്നത് അശാസ്ത്രീയമായാണ്. ആനയിറങ്കൽ ജലാശയത്തിനുള്ളിലാണ് കുളം നിർമ്മിച്ചിരിക്കുന്നത്. നിലവിൽ ജലനിരപ്പ് ഉയർന്നതോടെ കുളം വെള്ളത്തിനടിയിലായി. ഇതോടെ ഉണ്ടായിരുന്ന ശുദ്ധജലവും ഇല്ലാതായി. ഇതിനു പുറമെയാണ് ഗുണമേന്മയില്ലാത്തതും തുരുമ്പെടുത്തതുമായ പൈപ്പുകൾ എത്തിച്ചത്. ഇത് സ്ഥാപിക്കുന്നത് പ്രദേശവാസികൾ തടഞ്ഞു. ടാങ്ക് അവിടെ ചോർച്ചയുള്ള ടാങ്കുണ്ട്. ആ ചോർച്ചയുള്ള ടാങ്കിൽ
അത് രണ്ടാമത് പോയി അത് മെയിൻ്റനൻസ് ചെയ്ത് ചോർച്ച നിർത്തിയേക്കുവാണ്. അഴിമതി ചോദ്യം ചെയ്തപ്പോൾ പദ്ധതി നടപ്പിലാക്കാതെ ബില്ലുമാറി തടിയൂരുമെന്ന ഭീഷണിയാണ് കരാറുകാരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് നാട്ടുകാർ പറയുന്നു. പിന്നിൽ ഉദ്യോഗസ്ഥ ഒത്താശയുണ്ടെന്നും ഇവർ ആരോപിക്കുന്നു. പദ്ധതിയിലെ അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ ദേവികുളം സബ് കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. നേരത്തെ ഭവന നിർമ്മാണ പദ്ധതികളിലടക്കം അഴിമതി ആരോപണം ഉയർന്നെങ്കിലും അന്വേഷണം എങ്ങുമെത്തിയില്ല. ന്യൂസ് 18 ഇടുക്കി. കാർഷിക കേരളം. കായംകുളം കരിയിലക്കുളങ്ങര ആലപ്പി സ്പിന്നിംഗ് മിൽ വളപ്പിലെ മത്സ്യകൃഷിയിൽ 100 മേനി വിളവ്. തരിശായി കിടന്ന പ്രദേശത്തെ 5 സെന്റിലാണ് പച്ചക്കറി കൃഷിക്കൊപ്പം മത്സ്യകൃഷിയും നടത്തിയത്. പരീക്ഷണാടിസ്ഥാനത്തിൽ നിക്ഷേപിച്ച 1500 ചിത്രലാട മത്സ്യങ്ങളുടെ വിളവെടുപ്പാണ് നടത്തിയത്. തരിശു കിടന്ന 5 ഏക്കറിൽ പച്ചക്കറി കൃഷി തുടങ്ങിയതോടെയാണ് ജലസ്രോതസ്സിനായി 5 സെന്റിൽ കുളം നിർമ്മിച്ചത്. കയർ ഭൂവസ്ത്രത്താൽ ഉൾവശം ബലപ്പെടുത്തി കുളത്തിന്റെ വശങ്ങളിലും മുകളിലും തണൽ വല വിരിച്ചാണ് മത്സ്യം വളർത്തലിന് സജ്ജമാക്കിയത്. ഈ പദ്ധതി ഫലപ്രദമായി വളരെ നല്ല നിലയിൽ നടത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും നഴ്സറി അടക്കമുള്ള പദ്ധതികൾക്ക് ഞങ്ങൾ രൂപം കൊടുത്തിരിക്കുകയാണ്. പരീക്ഷണാടിസ്ഥാനത്തിൽ 1500 ചിത്രലാട മത്സ്യക്കുഞ്ഞുങ്ങളെയും നിക്ഷേപിച്ചു. 6 മാസം പിന്നിട്ടപ്പോൾ 400 മുതൽ 600 ഗ്രാം വരെ തൂക്കമെത്തിയ മത്സ്യത്തെയാണ് ലഭിച്ചത്. സ്പിന്നിംഗ് മിൽ തൊഴിലാളികളുടെ ഇടവേളകളിലെ അധ്വാനം കൃഷിക്കായി മാറ്റിയതോടെ 100 മേനി വിളവാണ് ലഭിച്ചത്. മിതമായ നിരക്കിൽ ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കുമായി മത്സ്യം വിൽപ്പന നടത്തും. ഇതിൽ നിന്ന് ഇന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മത്സ്യങ്ങൾ പൂർണ്ണമായിട്ടും നമ്മളുടെ പൊതുജനങ്ങൾക്കും നമ്മളുടെ ജീവനക്കാർക്കും വളരെ ന്യായമായ വിലയ്ക്ക് വിൽക്കുവാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ജോലിക്കിടയിലുള്ള സമയത്തും ജോലി കഴിഞ്ഞുള്ള സമയത്തും ഒക്കെ എല്ലാവരുടെയും കൂട്ടായ ഒരു പരിശ്രമവും സഹകരണവും ഇതിനു വേണ്ടിയിട്ട് ലഭിച്ചിട്ടുണ്ട്. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായാണ് പച്ചക്കറിയും മത്സ്യവും കൃഷി തുടങ്ങിയത്. ഹരിത കേരള മിഷൻ, കൃഷിവകുപ്പ്, പഞ്ചായത്ത്, ഓണാട്ടുകര മേഖല കാർഷിക ഗവേഷണ കേന്ദ്രം, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം, VFPCK എന്നിവയുടെ സഹകരണത്തോടെയാണ് 5 ഏക്കറിൽ പച്ചക്കറി കൃഷി തുടങ്ങിയത്. ഇതോടൊപ്പം കന്നുകാലി, കോഴി വളർത്തൽ, പുൽകൃഷി, പുഷ്പകൃഷി, ഔഷധത്തോട്ടം, അക്വാപോണിക്സ്, ഹൈഡ്രോപോണിക്സ് കൃഷികൾ, ബയോഫ്ലോ കൃഷികളും ലക്ഷ്യമിടുന്നുണ്ട്. ന്യൂസ് 18 കായംകുളം. ജലസേചന കനാലിലെ അറ്റകുറ്റപ്പണി കാരണം വെള്ളം കിട്ടാതെ നെൽകൃഷി നശിക്കുമോ എന്ന ആശങ്കയിലാണ് മലപ്പുറം പുലാമന്തോൾ പാലൂർ പാടശേഖരത്തിലെ കർഷകർ. കതിര് പിടിക്കുന്ന ഈ സമയത്ത് ആവശ്യത്തിന് വെള്ളം കിട്ടിയില്ലെങ്കിൽ കൃഷി ഇറക്കിയത് മുഴുവൻ വെറുതെയാകുമെന്ന് ഇവർ പറയുന്നു. മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ പാടശേഖരങ്ങളിലൊന്നാണ് പാലൂരിലെ 450ഓളം ഏക്കർ വിസ്തൃതിയുള്ള ഇവിടേക്ക് വെള്ളം കൊണ്ടുവരുന്നത് കട്ടുപ്പാറ ലിഫ്റ്റ് ഇറിഗേഷൻ കനാൽ വഴിയാണ്. കനാലിൽ ഇപ്പോൾ അറ്റകുറ്റ നവീകരണ ജോലികൾ നടക്കുന്നു. ഇത് കാരണം ഈ വഴി വെള്ളം വരുന്നില്ല. കനാലിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം പ്രതീക്ഷിച്ചാണ് പാലൂർ പാടശേഖരത്തിലെ കർഷകർ വിത്തിറക്കിയത്. കതിരു പിടിക്കുന്ന സമയമാണിത്. വെള്ളം ആവശ്യത്തിന് കിട്ടാതെ പാടം വരണ്ടു, വെണ്ടുകീറാൻ തുടങ്ങി, കതിര് കരിയാനും. ഇപ്പോഴാണ് കാര്യമായിട്ട് നെൽകൃഷിക്ക് വെള്ളം കിട്ടേണ്ടത്. അത് കിട്ടിയില്ലെങ്കിൽ നെല്ല് തീരെ ഉണ്ടാവില്ല. ആ വെള്ളം കെട്ടി നിൽക്കേണ്ട ടൈമാണ് ഇപ്പോൾ കൃഷിക്ക്. പാട്ട കർഷകർക്കാണ് ആധിയേറെ. കടം മേടിച്ചിട്ടാണ് ഇങ്ങനെ പാട്ട കൃഷി ചെയ്യണത്. അപ്പൊ അത് നെല്ലൊന്നും കിട്ടണം ചെയ്യണില്ലെങ്കിൽ നെല്ല് ഉണങ്ങിപ്പോയാൽ പാട്ട കൊടുക്കാനും ഒന്നും കിട്ടാത്ത അവസ്ഥയിലാണ് വരുന്നത്. പാടത്തിനടുത്ത് ഒരു കുളമുള്ളതുകൊണ്ട് കുറച്ചു സ്ഥലത്തേക്ക് വെള്ളം മോട്ടോർ വെച്ച് എത്തിക്കാൻ പറ്റും. പക്ഷേ അത് 2-3 കണ്ടങ്ങളിലേക്ക് മാത്രമേ എത്തൂ. 2 മണിക്കൂർ കഴിഞ്ഞാൽ ഈ വെള്ളം വറ്റും. അപ്പം ഇതിന്ന് കുളിക്കുന്ന സ്ഥലമാണിത്. അപ്പം ഇതൊന്ന് അടിച്ച് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് 2 മണിക്കൂറൊക്കെ അടിക്കാൻ പറ്റുള്ളൂ, ഒരു കണ്ടൊക്കെ അടിക്കാൻ പറ്റുള്ളൂ. ഒരാഴ്ചക്കകമെങ്കിലും കനാൽ വെള്ളം വരണം. അല്ലെങ്കിൽ നെല്ലിനു പകരം പതിര് തൂങ്ങും വയലുകളിൽ. നെല്ലിന് ഏറ്റവും കൂടുതൽ വെള്ളം വേണ്ട സമയത്താണ് ഒരാഴ്ച തീരെ അടിക്കാതെ. ഇനി കനാല് 4.5 കിലോമീറ്റർ കനാലിൻ്റെ വെള്ളം എടുക്കുക എത്തണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് 2 ദിവസം പിടിക്കും. അപ്പോൾ ഈ ഒരാഴ്ച അടിക്കാത്തത് വീണ്ടും 4 ദിവസം പോവുകയാണ്. ഈ 4 ദിവസം 10 ദിവസത്തിലധികം വെള്ളം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നെല്ല് ഉണങ്ങിപ്പോവുമല്ലോ. ഇക്കാര്യം ഉന്നയിച്ച് ജില്ലാ കളക്ടറെ വരെ സമീപിച്ചിരിക്കുകയാണ് കർഷകർ. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ പാടം വീണ്ടും തരിശുഭൂമിയായി മാറാൻ ഏറെ സമയം വേണ്ടിവരില്ലെന്ന ഇവരുടെ ആശങ്ക അടിസ്ഥാനമുള്ളതാണ്. മലപ്പുറത്ത് നിന്നും CB അനുമോദ്, ന്യൂസ് 18. കേന്ദ്ര സർക്കാർ പാസാക്കിയ കാർഷിക ബില്ലിനെതിരെ നാടകയാത്ര സംഘടിപ്പിച്ച് കോൺഗ്രസിന്റെ സാംസ്കാരിക സംഘടനയായ സാംസ്കാരിക സാഹിതി. പാലക്കാട്ടെ പാടശേഖരങ്ങളിലൂടെ നാടകം അവതരിപ്പിച്ചാണ് കർഷക പ്രക്ഷോഭത്തിന് ഇവർ പിന്തുണ പ്രഖ്യാപിക്കുന്നത്. കർഷക സമരം സിന്ദാബാദ്, ചലോ 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 ചലോ. മാത്തൂർ കുന്നംപറമ്പ് പാടത്ത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കർഷകരും അവരുടെ കുടുംബവും ഒത്തുകൂടി.
അവിടെ പന്തം കത്തിച്ച് വെളിച്ചമുണ്ടാക്കി. ആ വെളിച്ചത്തിൽ അവർ നാടകം കണ്ടു. കാർഷിക ബില്ലിനെക്കുറിച്ചും അത് കർഷകരെ എങ്ങനെ ബാധിക്കും എന്നതിനെക്കുറിച്ചുമായിരുന്നു നാടകം പറഞ്ഞുവെച്ചത്. എന്റെ രാജ്യത്തിന്റെ കാർഷിക മേഖല അംബാനി ഉൾപ്പെടെയുള്ള വൻകിട കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി നൽകാൻ സെപ്റ്റംബറിൽ പാർലമെന്റ് പാസാക്കിയ വിവാദ കാർഷിക നിയമങ്ങൾ. അന്നം, അതാണ് നാടകത്തിന്റെ പേര്. പരമ്പരാഗത കാർഷിക വേഷത്തിലെത്തിയ കഥാപാത്രങ്ങൾ കർഷകരുമായി സംവദിച്ചു. ഞങ്ങൾ നിങ്ങളുടെ പന്നികളെ ഫാമിൽ വന്ന് രോഗപ്രതിരോധ കുത്തിവയ്പ്പുകളും കമ്പനി തന്നെ നൽകി കർഷകർക്ക്. കാർഷിക ബില്ലിനെതിരെ പ്രതിഷേധിക്കാനും കർഷകരെ അണിനിരത്താനുമായി പാടശേഖരങ്ങൾ തോറും നാടകം അവതരിപ്പിക്കാനാണ് സംഘാടകരുടെ തീരുമാനം. ഈ നാടകത്തിന് കർഷകരുടെയും തൊഴിലാളികളുടെയും ഇടയിൽ മികച്ച പ്രതികരണമാണ് ലഭ്യമാകുന്നത്. വരും ദിവസങ്ങളിൽ പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ നാടകം അവതരിപ്പിക്കപ്പെടും. സംസ്കാര സാഹിതി ജില്ലാ ചെയർമാൻ ബോബൻ മാട്ടുമന്തയാണ് നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പാടങ്ങളിൽ നാടകം അരങ്ങേറും. മറ്റൊരു നിയമത്തിനെതിരെ പ്രതിഷേധ സമരവുമായി തെരുവിലിറങ്ങുകയാണ്. ന്യൂസ് 18 പാലക്കാട്. ഓണാട്ടുകരയുടെ രുചിപ്പെരുമ കൂട്ടിയോജിപ്പിച്ച് വൈവിധ്യങ്ങളുടെ രുചിമേളവുമായി ബിരിയാണി ഫെസ്റ്റ്. കായംകുളം കൃഷ്ണപുരത്തെ KTDC ഹോട്ടൽ ആഹാർ റെസ്റ്റോറന്റിലാണ് രുചിയുടെ വകഭേദങ്ങളുമായി കലം ബിരിയാണി ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വിഭവങ്ങളുടെ വൈവിധ്യവും രുചിഭേദങ്ങളുമായി കായംകുളം കൃഷ്ണപുരത്തെ KTDC ഹോട്ടൽ ആഹാർ റെസ്റ്റോറന്റ് ഭക്ഷണപ്രിയരെ കാത്തിരിക്കുന്നു. 23 തുടങ്ങിയ ബിരിയാണി ഫെസ്റ്റ് 27 സമാപിക്കും. ചിക്കൻ, മട്ടൻ, ബീഫ്, പ്രോൺസ്, മുട്ട, വെജിറ്റബിൾ തുടങ്ങിയവ കൊണ്ടുള്ള വിവിധതരം ബിരിയാണികളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. KTDCയുടെ ആഹാർ റെസ്റ്റോറൻറ്റിൽ നല്ലൊരു മാറ്റം നമ്മൾക്കിതിലുണ്ടായി. അതിൽ എല്ലാ ദിവസവും നല്ലൊരു തിരക്ക് നമുക്കുണ്ടാവുകയും ശനി ഞായർ ദിവസങ്ങളിൽ നമ്മുടെ ബിസിനസ് 50 മുകളിലോട്ട് 50 മുതൽ 60 വരെ ഉയരുകയും ചെയ്തിട്ടുണ്ട്. മൺകലത്തിലെ ബിരിയാണിക്കാണ് ആവശ്യക്കാർ ഏറെയുള്ളത്. ഉച്ചയ്ക്ക് 12 മുതൽ രാത്രി 7 വരെ ബിരിയാണി ലഭിക്കും. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രദേശങ്ങളിലെ രുചിവൈവിധ്യം നുകരാൻ ഇവിടെ എത്തിയാൽ മതി. പാഴ്സൽ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ വിവിധ രുചിയിലുള്ള കേക്കുകളും ഇവിടെ ലഭിക്കും. ന്യൂസ് 18 കായംകുളം. ഒരിടവേളയിലേക്ക് കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കാം. തങ്കയങ്കി ചാർത്തി അയ്യൻ. മണ്ഡലപൂജ തത്സമയം ന്യൂസ് 18 ഉച്ചയ്ക്ക് 11:15 മുതൽ 12:30 വരെ. വയോധികയ്ക്ക് ക്രിസ്മസ് സമ്മാനവുമായി ജനമൈത്രി പോലീസ് എത്തി. പട്ടാമ്പി കൊപ്പത്ത് താമസിക്കുന്ന കോതേന്മാരിൽ കോച്ചിക്കാണ് കൊപ്പം ജനമൈത്രി പോലീസ് റേഡിയോ സമ്മാനിച്ചത്. ഭർത്താവ് മരിച്ചതോടെയാണ് കരിങ്ങനാട് കൊഴിഞ്ഞിപ്പറമ്പിൽ കോതേന്മാരിൽ കോച്ചി എന്ന ഈ അമ്മ ഒറ്റയ്ക്കായത്. കൊപ്പം ജനമൈത്രി പോലീസിന്റെ ഗൃഹസന്ദർശന വേളയിലാണ് കോച്ചിയുടെ റേഡിയോ കമ്പം പോലീസ് അറിഞ്ഞത്. ഉടൻ റേഡിയോ സംഘടിപ്പിച്ച് നൽകുകയായിരുന്നു. കോച്ചിയമ്മയുടെ വലിയ സന്തോഷം എന്തെന്ന് ചോദിച്ചപ്പോൾ അവരുടെ ആളുണ്ടാവുന്ന സമയത്ത് അവർ റേഡിയോ കേട്ടിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതൊരു അവരുടെ വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ അത് നമ്മളുടെ മനസ്സിലൊന്ന് തട്ടി. അങ്ങനെ SI സാറിനോട് പറയുകയും SI സാറിൻ്റെ നിർദ്ദേശാനുസരണം ഒരു റേഡിയോ, ചെറിയൊരു റേഡിയോ സംഘടിപ്പിക്കുകയും കോച്ചിയമ്മയ്ക്ക് ഇന്നത് നൽകുവാനും കഴിഞ്ഞു. ഭർത്താവുള്ളപ്പോൾ ഒഴിവുവേളകളിൽ റേഡിയോ പരിപാടികൾ ഒരുമിച്ചിരുന്ന് ആസ്വദിക്കുമായിരുന്നു. അന്നുണ്ടായ റേഡിയോ പിന്നീട് കേടുവന്നു. പുതിയത് തരപ്പെട്ടതുമില്ല. അപ്രതീക്ഷിതമായി ലഭിച്ച സമ്മാനം കോച്ചിക്ക് തന്റെ ഭർത്താവിന്റെ ഓർമ്മകൾ ഊട്ടിയുറപ്പിക്കുന്നത് കൂടിയായി. ജനമൈത്രി ബീറ്റ് ഓഫീസറുടെ ഇടപെടലിലൂടെ കോച്ചിക്ക് കിട്ടിയത് പഴയ ഓർമ്മക്കാലം കൂടിയാണ്. ന്യൂസ് 18 പട്ടാമ്പി. മനുഷ്യന്റെ നിസ്സഹായതകളിലേക്കും വിശപ്പിന്റെ വിലയും മനസ്സിലാക്കണമെന്ന സന്ദേശവുമായി ഒരു വീഡിയോ പുറത്തിറക്കിയിരിക്കുകയാണ് കാസർഗോഡ് ഗോകുൽ കളിങ്ങോത്ത്. ഇരുണ്ട ജീവിതങ്ങളിലേക്ക് പ്രകാശത്തിന്റെ നക്ഷത്ര തിളക്കം തീർക്കാൻ ഉതകുന്നതാവണം ഓരോ ആഘോഷങ്ങളും എന്ന സന്ദേശമാണ് 3 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ വീഡിയോയിൽ പറയുന്നത്. വിശപ്പിനെ കുറിച്ച് അല്ലാതെ മറ്റെന്തിനെക്കുറിച്ച് പറയാൻ, ഓർമ്മിപ്പിക്കാൻ.
മലപ്പുറം കൽപ്പകഞ്ചേരി നെല്ലാമ്പറമ്പിൽ തെരുവു നായയുടെ ആക്രമണത്തിൽ 5 പേർക്ക് പരുക്ക്. നെല്ലാമ്പറമ്പ് സ്വദേശിയായ 12 വയസ്സുകാരൻ മുഹമ്മദ് അഫ്സലിന് ഉൾപ്പെടെ പരുക്കേറ്റു. വീടിന് സമീപം കളിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടെയാണ് അഫ്സലിന് നായയുടെ കടിയേറ്റത്. തുടർന്ന് നായ വഴിയാത്രക്കാരെയും ആക്രമിച്ചു. പരുക്കേറ്റവരെ തിരൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞാൻ വീട്ടിൽ നിന്ന് ടൗണിൽ ഇറങ്ങിയത് ഇറങ്ങുന്ന ബൈക്കിലായിരുന്നു വന്നിരുന്നത്. വരുന്ന വഴിയിൽ ടേണിങ്ങിന് നേരെ ഫ്രണ്ടിൽ നിന്ന് നായി എൻ്റെ നേരത്തേക്ക് വന്നു. ബൈക്ക് അവിടെ ഇട്ടു എൻ്റെ നേരേക്ക് വന്നു. പിന്നെ കടിച്ചു. ഞാൻ പിന്നെ കടിച്ചതിൻ്റെ ഹോസ്പിറ്റലിൽ. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസം കോൺഗ്രസ് പ്രവർത്തകന് നേരെയുണ്ടായ ആക്രമണത്തിൽ പോലീസ് നടപടി ഉണ്ടാവാത്തതിൽ ഉള്ളിയേരിയിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. തെരുവത്തുകടവ് തൈവച്ചപ്പറമ്പിൽ ബാബുവിന്റെ വീട്ടിലാണ് ആക്രമണമുണ്ടായത്. പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടും അറസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ലെന്നാണ് പരാതി. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസമാണ് കോൺഗ്രസ് പ്രവർത്തകനായ തെരുവത്തുകടവ് തൈവച്ചപ്പറമ്പിൽ ബാബുവിന്റെ വീട്ടിലേക്ക് പടക്കമേറുണ്ടായത്. ഭാര്യയെയും മക്കളെയും ആക്രമിക്കാൻ ശ്രമമുണ്ടായതായും കോൺഗ്രസ് ആരോപിക്കുന്നു. പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടും അറസ്റ്റ് ചെയ്യാൻ തയ്യാറാവാത്ത പോലീസിനെതിരെയാണ് അത്തോളി സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. അക്രമം മൊബൈൽ ഫോണിൽ പകർത്തുന്നതിനിടയിൽ ബാബുവിന്റെ മകളെ വീടിനകത്തു കയറി പ്രതികൾ മർദ്ദിക്കുകയും വസ്ത്രങ്ങൾ വലിച്ചു കീറുകയും മൊബൈൽ ഫോൺ തകർക്കുകയും ചെയ്തതായി കോൺഗ്രസ് ആരോപിച്ചു. സംഘർഷത്തിനിടെ പരിക്കേറ്റ മകൻ കൊയിലാണ്ടി ആശുപത്രിയിൽ ചികിത്സ തേടി. 17-ാം തീയതി കാലത്ത് പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി കൊടുക്കുകയും മൊഴി രേഖപ്പെടുത്തുന്ന സമയത്ത് തന്നെ അവരെ അപമാനിക്കുന്ന രീതിയിലുള്ള സമീപനമാണ് അത്തോളി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. പുറത്തുനിന്നെത്തിയ സംഘമാണ് ഇവരെ ആക്രമിച്ചതെന്നും പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടും അറസ്റ്റ് വൈകിപ്പിക്കുകയാണെന്നും പോലീസ് CPM നേതാക്കളുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുകയാണെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. മാർച്ച് കോഴിക്കോട് DCC സെക്രട്ടറി നിജേഷ് അരവിന്ദ് ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് 18 കൊയിലാണ്ടി. കാസർഗോഡ് പ്ലാച്ചിക്കര വനാതിർത്തിയിൽ കൊടുങ്കല്ലറയുടെ ഭാഗങ്ങൾ കണ്ടെത്തി. ചെങ്കല്ലറകളിൽ നിന്ന് വ്യത്യസ്തമായി കരിങ്കൽ കൊണ്ട് നിർമ്മിച്ച കൊടുങ്കല്ലറകൾ ജില്ലയിൽ കണ്ടെത്തുന്നത് ഇത് ആദ്യമായിട്ടാണ്. ഉത്തരകേരളത്തിൽ അപൂർവമായാണ് കൊടുങ്കല്ലറകൾ കാണാറുള്ളത്. കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ പ്ലാച്ചിക്കര വനാതിർത്തിയിൽ പന്നിത്തടത്താണ് കൊടുങ്കല്ലറയുടെ കരിങ്കൽപ്പാളികൾ കണ്ടെത്തിയത്. മഹാശില കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരുടെ ശവസംസ്കാര ചടങ്ങുകളുടെ ഭാഗമായി നിർമ്മിക്കപ്പെട്ട ചെങ്കല്ലറകളും കൊടുങ്കല്ലറകളും മുനിയർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ചെങ്കല്ലറയിൽ നിന്ന് വ്യത്യസ്തമായി കരിങ്കൽപ്പാളികൾ അടുക്കി വെച്ച് നിർമ്മിക്കപ്പെട്ട ശിലാസ്മാരകങ്ങളാണ് കൊടുങ്കല്ലറകൾ. ചെങ്കല്ലറകൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നേരത്തെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും കരിങ്കൽ കൊണ്ട് നിർമ്മിച്ച കൊടുങ്കല്ലറകൾ ജില്ലയിൽ ആദ്യമായാണ് കണ്ടെത്തുന്നത്. ചരിത്ര ഗവേഷകനും നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അധ്യാപകനുമായ നന്ദകുമാർ കോറോത്ത, CP രാജീവൻ എന്നിവരാണ് കരിങ്കൽപ്പാളികൾ കൊടുങ്കല്ലറയുടെ ഭാഗങ്ങളാണെന്ന് സ്ഥിരീകരിച്ചത്. കാസർഗോഡ് ജില്ലയിലെ പല ഭാഗത്തു നിന്നും ചെങ്കല്ലറകൾ നിരവധി ലഭ്യമായെങ്കിലും ആദ്യമായിട്ടാണ് കൊടുങ്കല്ലറയുടെ അവശിഷ്ടങ്ങൾ ലഭ്യമാകുന്നത്. ഇരുമ്പ് ആയുധം ഉപയോഗിച്ചുകൊണ്ട് ചെത്തി രൂപപ്പെടുത്തിയ കരിങ്കൽപ്പാളികൾ വെച്ചുള്ള ഡോൾമെൻസ്, മുനിയറ എന്ന് പ്രാദേശികമായിട്ട് വിളിക്കപ്പെടുന്ന കൊടുങ്കല്ലറകളുടെ കണ്ടെത്തലുകൾ. ഡോൾമെൻസ് എന്ന പേരിലാണ് കരിങ്കൽപ്പാളികൾ അടക്കി വെച്ച കൊടുങ്കല്ലറകളെ ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കാം.